ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത ഒരാൾ അയച്ചെന്ന ഇമേജാണ്. അവർ ചെയ്ത് നോക്കിയിട്ടുള്ള റിസൾട്ടാണ് വന്നേക്കുന്നത്. ഇതിനകത്ത് ഉള്ള കറക്ഷൻസ് ആണ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ആ ഇമേജ് ഒന്ന് കമ്പാരിസൺ ചെയ്യാം. ഇതാണ് ആ ഇമേജസ്, അവർക്ക് കിട്ടിയ റിസൾട്ടാണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ സിറ്റ് ഔട്ടിൻ്റെ ഇവിടെ മാറിയിട്ടുണ്ട്. കാർ പോർച്ച്, ബെഡ്റൂം, ടോയ്ലറ്റ്, ഓപ്പൺ, വർക്ക് ഏരിയ, ബെഡ്റൂം, ടോയ്ലറ്റ്, ബെഡ്റൂം, ടോയ്ലറ്റ്, ഡൈനിങ്, ടോയ്ലറ്റ്. ഇതാണ്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ രീതിയിൽ കൂടെ ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണ് റിസൾട്ട് വരുന്നത്. നമ്മൾ നേരത്തെ ഇത് നോക്കണ പോലെ തന്നെ 3D റിയലിസ്റ്റിക് ഫ്ലോർ പ്ലാൻ എന്ന് കൊടുത്തിട്ട് നമ്മൾ ആ ഇമേജ് അങ്ങ് അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഇവിടെ പോയിട്ട് ജനറേറ്റ് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു. തിരിച്ച് നമ്മൾ ഇവിടെ പോയിട്ട് നമ്മുടെ അടുത്ത ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം അതിനുള്ള പ്രോംപ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. നമുക്ക് കോപ്പി ചെയ്യാം, നമുക്ക് പേസ്റ്റ് ചെയ്യാം. സിറ്റ് ഔട്ടിൻ്റെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മാറി വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് നമുക്ക് വന്ന റിസൾട്ട്. ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇതായിരുന്നു ഇത് നമ്മൾ നേരത്തെ ഇമേജ്, ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇമേജ്. ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് നോക്കാം. ഇവിടെ പോവാം, ഇവിടെ പോയിട്ട് നമുക്ക് ഒന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ പോർച്ച് നേരെ സിറ്റ് ഔട്ട്. ഓക്കെ, ഇവിടെ ഒരു വാളില്ലായിരുന്നു, ഇവിടെ ഒരു വാള് വന്നിട്ടുണ്ട്. ഓക്കെ, അതൊരു ചെറിയ വ്യത്യാസമുണ്ട്. സിറ്റ് ഔട്ട്, പിന്നെ ഒരു ഡ്രോയിങ് റൂമിൻ്റെ അകത്ത് വലിയ വ്യത്യാസമില്ല. ഡോർ ഇവിടെ കറക്റ്റാണ്. ഇവിടെ ബെഡ്റൂം. ഓക്കെ, ഇവിടെ ടോയ്ലറ്റ്, അത് ഓക്കെയാണ്. അടുത്തത് ഇവിടെ ഡ്രസ്സും, അത് ഓക്കെയാണ്. തിരിച്ചിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഫാമിലി കം ഡൈനിങ് ആണ് ഇവിടെ വന്നേക്കുന്നത്. അത് ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഡോർ വന്നിട്ടുണ്ട്, ഡ്രസ്സ് വന്നിട്ടുണ്ട്, ടോയ്ലറ്റ് വന്നിട്ടുണ്ട്, ബെഡ്റൂം വന്നിട്ടുണ്ട്. ഓക്കെ, അത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ടോയ്ലറ്റ്, അതിൻ്റെ ഡോർ ഇവിടെ, ഇവിടെ ഡോർ, ഇവിടെ രണ്ട് ഡോർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ഡോർ മതിയായിരുന്നു. ബെഡ്റൂം, ടോയ്ലറ്റ്. ഓക്കെ, ഇവിടുത്തെ ഡോർ കറക്റ്റാണ്. അതേ മതി, ഇവിടുന്ന് ഒരു ഡോർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഈ ഡോർ ഇവിടെ ക്ലോസ്ഡ് ആയിരുന്നു. ഓക്കെ, ബാക്കി ഇവിടെ ഡോറ് വന്നു. അതിൻ്റെ അതൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഭിത്തിയുടെ ഇവിടെ ഒരു ഭിത്തി വന്നിട്ടുണ്ട്. അതുകൂടാതെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഇവിടെ ഒരു D1ന്റെ സ്ഥാനത്ത് ഇവിടെ രണ്ട് ഡോർ വന്നിട്ടുണ്ട്. ഈ D2ന്റെ ഇവിടെ ഡോർ കറക്റ്റാണ്, ഈ D1ന്റെ ഇവിടെ കറക്റ്റാണ്. ഈ ഒരു ഭിത്തിയുടെ സ്ഥാനത്ത് കംപ്ലീറ്റ് ആയില്ല. ഇത്രയും വ്യത്യാസമാണ് വന്നേക്കണേ. ബാക്കിയെല്ലാം അപ്പോൾ ഒരു ഏകദേശം 80% തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ AIക്കൊക്കെ ഒരു 80% ആണ് നമ്മൾ പറയുന്നത്. ആ ഒരു 80% ഇതിനകത്തും വന്നിട്ടുണ്ട്. കാരണം ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഡിഫറൻസോ കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം അതുപോലെ തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്.